പ്രകൃതി പോലും ശൈവ പഞ്ചാക്ഷരി ജപസാരസാഗരം മുറതെറ്റാതെ ജപിക്കുന്ന ഈ പുണ്യഭൂമിക്ക് കൊട്ടിയൂർ എന്ന് പേർ. സൃഷ്ടികാരകനായ നാൻമുഖനും സ്ഥിതികാരകനായ ശ്രീ മഹാവിഷ്ണുവും കൈലാസ ഹിമശൈല ശൃംഗനിവാസിയായ ശ്രീ മഹാദേവനും കൂടിച്ചേർന്ന ഈ ദിവ്യസ്ഥലിക്ക് കൂടിയൂർ എന്നായിരുന്നു അത്രേ ഭൂതകാല നാമധേയം. ഈ ആരണ്യാന്തര ക്ഷേത്രമില്ലാ മഹാക്ഷേത്രത്തിലെ ശ്രീപരമേശ്വരന്റെ ജടയിൽ നിന്നൊഴുകുന്ന ദേവദുന്ദുഭി നിസ്വനിയും സാഗരഗാമിനിയുമായ ഗംഗാനദി പോലെ വിശുദ്ധമായി ഭക്തഹൃദന്തം നിറഞ്ഞൊഴുകുന്ന ബാവലി എന്ന വാഗ്മയി. ഈ പുണ്യനദിയുടെ തീരത്താണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര സങ്കേതം. മാമലകൾ നാലമ്പലം തീർക്കുന്ന ഈ പുണ്യാരണ്യ ഗർഭഗൃഹത്തിൽ സകല ചൈതന്യത്തോടും സ്വയംഭൂവായി വിരാജിക്കുന്ന തുംഗജടാധരനും പിനാകപാണിയുമായ ശ്രീ പരമേശ്വര കൃപ തേടി ഭാഗീരഥി നദി പോലെ ഭക്തജനാരുവി ഒഴുകിയെത്തുന്നു. ആധുനികതയുടെയും യന്ത്രവൽക്കരണത്തിന്റെയും ശബ്ദമുഖരിതമായ തിരക്കുകളിൽ നിന്നും സൗമ്യമായി അകന്നുമാറി എന്നാൽ ആത്മീയ പ്രൗഢിയുടെ ഔന്നത്യം സൂക്ഷിക്കുന്ന തൃച്ചറുമന്ന എന്ന കൊട്ടിയൂരിന് ത്രിശിരസാചലം എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. മഹാമനീഷികളായ ഋഷീശ്വരന്മാരുടെ തപകാലഘട്ടം വരെ വേരാഴ്ത്തിയിരിക്കുന്നു ആത്മാവിൽ ശൈവ പ്രൗഢി കാത്തുവയ്ക്കുന്ന ഈ ദിവ്യദേശം. ത്രിശിരസ് എന്ന താപസ ശ്രേഷ്ഠൻ തന്റെ ഏകാന്ത തപസ്സിന് തിരഞ്ഞെടുത്ത ഇടം കൂടിയാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സഹ്യപർവ്വതാദികളുടെ മധ്യേ ഒരുപാട് നിഗൂഢതകൾ നെഞ്ചേറ്റുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം.